ഉദ്ഘാടനം ഇവിടെ ആക്കിയാലോ? മുതലാളി അവിടെ ഉണ്ട്. വല്ലതും കിട്ടിയാലായി. ആ ഇരുത്തം കണ്ടിട്ട് ഒരു 2000 കിട്ടുന്ന കോലുണ്ട്. രണ്ടൊന്നും പോരാ, 5 കിട്ടിയാലേ ഒക്കുള്ളൂ. നമസ്കാരമുണ്ട്. എന്താ കാര്യം? രാക്കാട്ട് അംസപ്പൻ അറിയോ? ആ, കുറച്ചൊക്കെ. അയാൾ 2 മാസമായി അസുഖം ബാധിച്ച് കിടക്കില്ല. ചികിത്സക്ക് 30 ലക്ഷം ഉറുപ്പ്യ വേണം. ഞങ്ങൾ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് ഫണ്ട് ശേഖരിക്കാൻ ഇറങ്ങിയതാ. അതിൻ്റെ ഭാഗമായി സംഭാവനക്ക് വന്നതാ. അയാൾക്ക് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ സമ്പാദമൊന്നുമില്ല. പിന്നെ ഈ അസുഖം കൂടി ആയപ്പോൾ വലിയ കഷ്ടത്തിലാണ്. ഇയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം വരാൻ എന്താ കാരണം? എന്താണെന്നറിയില്ല. എന്നാൽ എനിക്കറിയാം. നന്നായിട്ട് കുടിക്കും, നന്നായിട്ട് വലിക്കുകയും ചെയ്യും. പിന്നെ എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട് താനും. എന്താ ശരിയല്ലേ? കുറച്ചൊക്കെ ഉണ്ടായിന്. കുറച്ചൊന്നുമല്ല, നല്ലതുപോലെ. നാട്ടുകാർ പല രീതിയിലും ശ്രമിച്ചിട്ടും മാറ്റിയില്ല. രക്ഷപ്പെടുത്താൻ ചെന്നവരെയൊക്കെ അയാൾ ചീത്ത വിളിച്ചു. അവസാനം സ്വന്തം തടിക്ക് പിടിച്ചപ്പോൾ നാട്ടുകാർ വേണം. കുടിച്ചും ചുണ്ടിനടിയിൽ തിരികെ കയറ്റിയും നടക്കുന്നവനൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഒരു ദിവസം ഈ കിടപ്പ് കിടക്കേണ്ടി വരുമെന്ന്. എൻ്റെ ഹാർട്ടും ലിവറും കിഡ്നിയൊക്കെ എൻ്റെ സ്വത്താണ്. അപ്പോൾ അതൊക്കെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാ? എനിക്ക്. അല്ലല്ല, നിങ്ങൾക്ക്. അതെ, അതുപോലെ നിങ്ങളുടേത് നിങ്ങളും സംരക്ഷിക്കണം. അല്ലാതെ തോന്നിയതുപോലെയൊക്കെ നടന്ന് അതൊക്കെ തകരാറിലാക്കി അവസാനം അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നാട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ച് നടക്കുന്നു. മനസ്സിലായോ? എന്നാ പിന്നെ ഞങ്ങൾ പോവാ. ഞങ്ങളങ്ങോട്ട് പോട്ടെ. പപ്പ ഞങ്ങൾ ഇറങ്ങട്ടെ. എത്ര കിട്ടി? 2000. ഉദ്ഘാടനം പൊളിച്ചില്ലേ? സ്ഥലം വിട്ടോളി. മൂപ്പര വർത്തമാനം കേട്ടപ്പോൾ ചെള്ളൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നി. താച്ചിട്ടൊന്നും കാര്യമില്ല, മൂപ്പര് നന്നാവില്ല. എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ട മനുഷ്യനായത്. നീ ബക്കറ്റ് കൊണ്ടേക്കോ, കക്കൂസിൽ വെക്കാം. വരുന്നുണ്ട്. അങ്ങോട്ട് പോവല്ലേ, 2 വർത്താനം പറയട്ടെ. ബെസ്റ്റ് തന്തപിടി. ഒരു നല്ല കാര്യത്തിന് 5 പൈസ കൊടുത്തുമായിരുന്നു. വലിയ ആനമുട്ട കിട്ടുമെന്ന് കരുതിയിട്ടൊന്നുമല്ല ഞങ്ങൾ കയറിയത്. എന്നാലും ഇമ്മാതിരി ഒരു അർക്കീസ് തന്ത. സംഭാവന കിട്ടില്ല, എന്താ പള്ള നിറച്ച് ഉപദേശം കിട്ടി. വിട്ടോ വണ്ടി വിട്ടോ ഓട്ടാട്ട്.